പ്രത്യേകമായിട്ട് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഈ കഷായം ഉണ്ടാക്കിയെടുക്കാൻ. ഒരു മാസമായിട്ട് ചുമയും കഫവും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഒരു ദിവസം ഒരു ഗ്ലാസ് വെച്ച് 2 ദിവസം ഈ കഷായം കുടിച്ചു. ചുമയും കഫവും നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടി ഒന്ന് കഴിക്കുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. എന്നാലും ഞങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടിയ ഒരു കഷായമാണിത്. കഷായമെന്നൊന്നും പറയാൻ പറ്റില്ല. ഉപ്പൊഴിച്ച് ബാക്കിയുള്ള എല്ലാ രസങ്ങളും കുറേശ്ശെ അടങ്ങിയിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ അധികം മധുരമൊന്നും ചേർക്കാതാണ് ഉപയോഗിച്ചത്. മധുരം കുറച്ചും കൂടെയൊക്കെ ചേർത്താൽ കുറച്ചും കൂടെ കുടിക്കാൻ നല്ല സുഖമായിരിക്കും. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കുന്ന അത്രയും സമയം മതി ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറൊക്കെ ചെയ്തെന്ന് ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വേണ്ട സാധനം പനിക്കൂർക്കയാണ്. ഇതിനെ ഞങ്ങളുടെ കൊല്ലം ജില്ല, തിരുവനന്തപുരമൊക്കെ ഞവരയില എന്ന് പറയും. അപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ട് ഞവരയില. പിന്നെ ഇതുപോലെ കുറച്ച് തുളസിയില. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ ഇന്ന അളവൊന്നുമില്ല. ഇതൊരു കുറച്ച് പുളി മതിയെ. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻ പുളി. ഇതൊരു 2-3 കഷ്ണം ചുക്ക് ഉണങ്ങിയത്, അല്ലെങ്കിൽ ചുക്കുപൊടി ചേർത്താലും മതി. ഇത് 1/2 ടീസ്പൂണ് ജീരകം, സാധാരണ ജീരകം. ഇത് കുരുമുളക് ഞാൻ പൊടിച്ചതാണ്, അത് ചതച്ച് വേണമെങ്കിലും ചേർക്കാം. ഇത് കൽക്കണ്ടാണ്, പനങ്കൽക്കണ്ടാണ്. നിങ്ങൾക്ക് ശർക്കരയോ കരിപ്പെട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ആദ്യം തന്നെ ആ ജീരകം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ വെച്ച് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത് നല്ല കറുത്ത കളറിൽ വരണം. ഇതാ ഇതുപോലെ കുറച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കരിഞ്ഞു വരുന്ന പോലെ വരുന്നു. ആ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ആ ഇലകളും അതിനകത്തെ ആ കൽക്കണ്ട ഒഴിച്ച് ബാക്കി സാധനങ്ങളെല്ലാം ചേർക്കുന്നുണ്ട്. ചുക്കൊന്ന് ചതച്ച് ചേർക്കണം. ആ പുളി അങ്ങനെ തന്നെ ചേർത്താൽ മതി. ഇപ്പം മധുരം ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞേ ചേർക്കുന്നുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ മധുരം ചേർക്കുന്നുള്ളൂ. അത് ഇപ്പോൾ ആദ്യം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ തിളച്ച് വറ്റി ഏകദേശം ഒരു പകുതി ആകാറാവുമ്പോഴേക്കും നമ്മൾ ഈ കൽക്കണ്ട് കൂടെ ഞാനങ്ങ് ചേർത്തിട്ടുണ്ട്. ശർക്കരയോ പിന്നെ കരിപ്പെട്ടിക്ക് വേറെ എന്താ പേര് അറിയില്ല. പിന്നെ ലാസ്റ്റിൽ വാങ്ങുന്നതിന് അല്പം മുമ്പ് 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് അടച്ച് കുറച്ച് സമയം വെക്കുക. കാരണം ഈ കളറിലാണ് കിട്ടിയത്. മധുരം കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെയൊക്കെ മധുരം ചേർക്കാം. ഇത് 1 ഗ്ലാസ് അരിച്ചെടുത്തിട്ട് പിന്നെ ചെറിയ ചൂടിലോ തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 ഗ്ലാസ് ഒരു ദിവസം 2-3 നേരമായിട്ട് കുറേശ്ശെ കുടിക്കുക. കഫവും ചുമയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഉപകാരപ്പെടുന്ന പാനീയം തന്നെയാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.